ശ്രീമാൻ സുധാകരനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ, അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. പിണറായിലെ പാറപ്പുറത്തെ തമ്പുരാൻ. ഞാൻ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ. രണ്ടുപേരാണ് വന്നിട്ടുള്ളത്. അവർ രണ്ടുപേരും ഒരാൾ എം ഡിക്ക് പഠിക്കുകയാണ്. ഞാൻ പാലക്കാടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, പിരായിരിയിൽ, കണ്ണാടിയിൽ, മാത്തൂരിൽ, മുനിസിപ്പാലിറ്റിയിൽ, ഈ 4 സ്ഥലത്തും MLAക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളുകളുണ്ടാവും. പാലക്കാട് NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രനാണ് കൂടെ. നമസ്കാരം. പാലക്കാട് ശോഭാ സുരേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോഴാണ് BJP 2ാം സ്ഥാനത്തേക്ക് എത്തുന്നതും CPM 3ാം സ്ഥാനത്തേക്ക് മാറുന്നതും. ഇത്തവണ വീണ്ടും പാലക്കാട് മത്സരിക്കുന്നു. അതൊരു 10 വർഷങ്ങൾക്ക് മുമ്പാണ്. ഇപ്പോൾ ഒരു 10 വർഷത്തിന് ശേഷം ഭാരതീയ ജനതാ പാർട്ടി കേരളത്തിൽ ആകമാനം വളർന്നിരിക്കുകയാണ്. BJPയുമായിട്ട് സഹകരിക്കാൻ ആഗ്രഹിക്കുന്ന ചെറുതും വലുതുമായിട്ടുള്ള പാർട്ടികൾ, വ്യക്തികൾ, അതുപോലെ തന്നെ രാജ്യവ്യാപകമായിട്ടുള്ള മാറ്റത്തിൻ്റെ അലയൊലികൾ, ഇതെല്ലാം ചേർന്നുകൊണ്ട് പാലക്കാട് ഞാൻ നോക്കിക്കാണുന്നത് കേരളത്തിൽ ആകമാനമുള്ള ഭാരതീയ ജനതാ പാർട്ടിയുടെ ആ വലിയ മൂവ്മെൻറ്റ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ എത്തിപ്പെട്ടിട്ടുള്ള മണ്ഡലങ്ങളിൽ ഒന്നായിട്ട് ഈ മണ്ഡലം നിലനിൽക്കുകയാണ്. വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലുള്ള വിജയം എന്നുള്ളതാണ് BJPയുടെ പ്രതീക്ഷയും അത് വിശ്വാസമായിട്ട് മാറും എന്നുള്ള രീതിയിലാണ് ഓരോ പ്രദേശത്തെയും സ്വീകരണ യോഗങ്ങളും, അതുപോലെ തന്നെ അവിടെ ആളുകൾ BJPയിലേക്ക് വരികയും BJPയിൽ ജോയിൻ ചെയ്യുകയും ചെയ്യുന്നത്. വലിയ ഒരു മാറ്റം പാലക്കാട് സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 18,000 വോട്ടുകളുടെ ഭൂരിപക്ഷം കഴിഞ്ഞ തവണ. കോൺഗ്രസ് വർഷങ്ങളായി ഭരിക്കുന്ന മണ്ഡലം. ഇത്തവണ ടഫ് ഫൈറ്റ് ആണോ? അല്ല, 18,000 വോട്ടിൻ്റെ ഭൂരിപക്ഷം എന്ന് പറയുന്നത് ഒരു ഉപതെരഞ്ഞെടുപ്പിലെ റിസൾട്ട് അല്ല, അസംബ്ലി തെരഞ്ഞെടുപ്പിലെ റിസൾട്ട് എന്ന് പറയുന്നത്. അത് കേരളം മുഴുവൻ 2 മുന്നണികളുടെയും ഇവിടെ വരികയും ഇവിടെ താമസിക്കുകയും തമ്പടിക്കുകയും ഒക്കെ ചെയ്തതിന് ശേഷം മാത്രമല്ലല്ലോ. അതായത് ഉപതെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് ഒരു കാലഘട്ടത്തിലും പൊതു ഇലക്ഷനിൽ കാണുന്ന ഒരു പതിവേ ഇല്ല എന്നുള്ളതാണ്. മാത്രമല്ല, നിങ്ങൾക്ക് 18,000 വോട്ടിന്റെ വ്യത്യാസം കണ്ണിൽ കാണുന്നുണ്ട്. എന്നാൽ ശോഭാ സുരേന്ദ്രൻ എവിടെ നിന്നാലും വോട്ട് ഇരട്ടിയാവുമല്ലോ എന്നുള്ള ചോദ്യം മാധ്യമപ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. ഞാൻ ഇതിനു മുൻപ് ആറ്റിങ്ങലിൽ മത്സരിച്ചപ്പോൾ 90,000 വോട്ട് മാത്രമുള്ള ആറ്റിങ്ങലിൽ ശോഭാ സുരേന്ദ്രൻ 1 ലക്ഷം തികയ്ക്കുമോ എന്നായിരുന്നു അന്ന് മാതൃഭൂമിയുടെ ഭാഗത്തു നിന്നും വരുന്ന ചോദ്യം. എന്നാൽ അത് പെട്ടിപൊളിച്ച സമയത്ത് 2.5 ലക്ഷം വോട്ടാണ് അവിടെ കിട്ടിയത്. ഇത് തന്നെയാണ് ആലപ്പുഴയിലും സംഭവിച്ചത്. വരുന്ന സമയത്ത് പറഞ്ഞു 1.80 കഴിഞ്ഞ സ്ഥാനാർത്ഥി പിടിച്ചു. കഴിഞ്ഞ സ്ഥാനാർത്ഥി ധീവര സമൂഹത്തിൽ നിന്നുള്ള ഒരാളായിരുന്നു, അതുകൊണ്ട് 2 ലക്ഷം തികയ്ക്കുമോ എന്നായിരുന്നു ആലപ്പുഴയിലെ ചോദ്യം. അത് 1.80 3 ലക്ഷം കിട്ടുകയും 15,000 വോട്ടുകൾ എണ്ണാൻ സാധിക്കാതിരിക്കുകയും അത്തരമൊരു സാഹചര്യം ഉണ്ടായി. പാലക്കാട് തന്നെ 22,000 വോട്ടിൽ നിന്ന് ഒറ്റയടിക്ക് 40,000 വോട്ടിലേക്ക് എത്താൻ അത് ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന വ്യക്തി മാത്രമല്ല, പ്രസ്ഥാനവും ഞാനും ചേരുന്ന സമയത്ത് കേരളത്തിൽ ആകമാനം ഉണ്ടായിട്ടുള്ള ഒരു കെമിസ്ട്രി എന്ന് പറയുന്നത് വോട്ട് ഡബിൾ ആവുക എന്നുള്ളതാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ശ്രീധരൻ സാർ കഴിഞ്ഞ പൊതു മത്സരത്തിൽ അദ്ദേഹത്തിന് കിട്ടിയിട്ടുള്ള കേവലം നാമമാത്രമായിട്ടുള്ള വോട്ടുകളുടെ വ്യത്യാസം മാത്രമായിരുന്നു ജയിച്ച സ്ഥാനാർത്ഥിയും അതുപോലെ തന്നെ BJPയുടെ സ്ഥാനാർത്ഥിയും തമ്മിലുള്ളത്. ഇത്തവണ സംഭവിക്കാൻ പോകുന്നത്, ഇവിടെ ഇപ്പോൾ തന്നെ BJP വിജയിച്ചു എന്നുള്ളത് പറയുന്നത് BJP അല്ല, പറയുന്നത് ശ്രീമാൻ VD സതീശനാണ്. കാരണം പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ സ്റ്റേറ്റ്മെന്റ് പുറത്തു വന്നു കഴിഞ്ഞു. ഭാരതീയ ജനതാ പാർട്ടി പാലക്കാട് നടത്തുന്ന മുന്നേറ്റത്തിനെ മറയ്ക്കാൻ വേണ്ടി അദ്ദേഹം വെപ്രാളപ്പെടുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ 2 ദിവസമായി കേരള രാഷ്ട്രീയത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എത്ര വോട്ടിന്റെ ഭൂരിപക്ഷം എന്നുള്ളതാണ് ഞങ്ങളുടെ ചിന്ത, ഞങ്ങളുടെ പ്രവർത്തനം. VD സതീശൻ ഉന്നയിച്ചൊരു ആരോപണമായിരുന്നു ഡീൽ എന്ന് പറയുന്നത്. തൃപ്പൂണിത്തുറയിലടക്കം വിജയസാധ്യതയുള്ള പല സീറ്റുകളിലും NDAക്ക് സ്ഥാനാർത്ഥി വന്നത് മറ്റ് ഘടകകക്ഷികളിൽ നിന്നാണ്. അത് വലിയൊരു പരാജയമായിട്ട് വേണ്ടേ കാണാൻ? അല്ല, ഒരു രാഷ്ട്രീയ പാർട്ടി, രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടി, 16 സംസ്ഥാനങ്ങളിൽ മുഖ്യമന്ത്രിമാരുള്ള ഒരു പാർട്ടി, 4-ലധികം വരുന്ന സംസ്ഥാനങ്ങളിൽ ഞങ്ങൾ സഖ്യകക്ഷികളുമായിട്ട് മുന്നേറുന്ന ഒരു പാർട്ടി, അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ സംബന്ധിച്ച് ഞങ്ങളിലേക്ക് ഘടകകക്ഷികൾ വരുമ്പോൾ ആ ഘടകകക്ഷികളെ BJPയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ ആ ഘടകകക്ഷിയാണ് തീരുമാനിക്കുന്നത് അവർക്ക് ഏത് സീറ്റിൽ അവർ ആരെ മത്സരിപ്പിക്കണം എന്നുള്ളത്. അതിനെക്കുറിച്ച് അഭിപ്രായം പറയേണ്ട ആൾ ഞാനല്ല, അത് ആ ഘടകകക്ഷിയുടെ നേതാവും അതുപോലെ തന്നെ ഭാരതീയ ജനതാ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ ഭാഗത്ത് നിന്ന് അതിൻ്റെ കൃത്യമായിട്ടുള്ള മറുപടി ഓൾറെഡി വന്നിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ച് BJP നേതൃത്വം നൽകുന്ന NDAക്ക് റിസൾട്ട് ഉണ്ടാക്കുക, അതിനു വേണ്ടിയിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. ഒരു പ്രശ്നവുമില്ലാത്ത രീതിയിൽ ഭാരതീയ ജനതാ പാർട്ടിയുടെ മൂവ്മെന്റ് കേരളത്തിൽ ആകമാനം ഉണ്ടാവുകയും ഒരു ഡബിൾ എഞ്ചിൻ സർക്കാർ ഉണ്ടാക്കുക എന്നുള്ള ആ ഞങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുള്ള പോയിന്റിനെ, വികസന അജണ്ടയെ ജനം ഹൃദയപൂർവ്വം സ്വീകരിക്കും എന്ന് തന്നെയാണ് ഇന്ന് കേരള രാഷ്ട്രീയം നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇപ്പോൾ VD സതീശന്റെ
മണ്ഡലത്തിൽ തന്നെ KPCCയുടെ സെക്രട്ടറി, ജനകീയ മുഖമുള്ള വത്സല അവിടെ VD സതീശനെതിരെ മത്സരിക്കുകയാണ്. NDAയുടെ സ്ഥാനാർത്ഥിയാണ് അവർ. അപ്പോൾ അത് മാത്രമല്ല, ആര് പാർട്ടി വിട്ട് പുറത്തു വരുന്നുണ്ടോ, അതായത് അത് കോൺഗ്രസിൽ നിന്നാവട്ടെ മാർക്സിസ്റ്റ് പാർട്ടിയിൽ നിന്നാവട്ടെ, അവർ തെരഞ്ഞെടുക്കാൻ ആഗ്രഹിക്കുന്ന പാർട്ടി എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഇവിടെ ഉന്നതനായിട്ടുള്ള കോൺഗ്രസിന്റെ കഴിഞ്ഞകാല ലീഡർ ശ്രീമാൻ K കരുണാകരന്റെ മകൾ പത്മജ ഇന്ന് BJPയിലാണ്. ആന്റണി സാറിനെ പോലെയുള്ള അദ്ദേഹത്തിന്റെ പ്രതിരോധ വകുപ്പ് മന്ത്രിയായിരുന്നു, രാജ്യം അറിയപ്പെടുന്ന ഒരു ലീഡറായിരുന്നു. അദ്ദേഹത്തിന്റെ മകൻ അനിൽ ആന്റണി ഇന്ന് BJPയുടെ കൂടെയാണ്. അപ്പൊ BJPയുടെ വളർച്ചയിൽ ആ BJPയോടൊപ്പം അണിചേരാനും ഒരുമിച്ച് വരാനും തയ്യാറെടുപ്പ് നടത്തുന്ന ഒരു കാലഘട്ടത്തെ കാണുമ്പോൾ ശ്രീമാൻ VD സതീശൻ തോന്നിയത് പറഞ്ഞിട്ട് കാര്യമില്ല. ഞങ്ങൾ ഉന്നയിച്ചിട്ടുള്ളത്, ഡീൽ നടത്തിയിട്ടുള്ളത് ശ്രീമാൻ VD സതീശനും പിണറായി വിജയനും തമ്മിലാണ്. കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയന്റെ ജനദ്രോഹ നയങ്ങൾ അത് ജനങ്ങളുമായിട്ട് സംവദിക്കാൻ ബാധ്യതയുള്ള ശ്രീമാൻ VD സതീശൻ പിണറായി വിജയനെതിരെ ധർമ്മടത്ത് കോൺഗ്രസ് ഏത് സ്ഥാനാർത്ഥിയാണ് നിർത്തിയിട്ടുള്ളത്? എന്തുകൊണ്ടാണ് കാര്യങ്ങൾ മുഖത്തു നോക്കി ചോദിക്കാൻ, പറയിപ്പിക്കാൻ സാധിക്കുന്ന ഒരു ഗടാഗടിയനായിട്ടുള്ള ഒരു ലീഡർ എന്തുകൊണ്ട് കോൺഗ്രസ് കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായിട്ട് നിർത്തിയില്ല? അപ്പൊ ഡീൽ അവർ രണ്ടുപേരും തമ്മിലാണ്. മാത്രവുമല്ല, ഞങ്ങളെ സംബന്ധിച്ച് ഞാൻ പാലക്കാട് ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഡീൽ എന്ന് പറയുന്നത്, ഇവിടുത്തെ കോൺഗ്രസ്സുകാരുടെ വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, മാർക്സിസ്റ്റ് പാർട്ടിക്കാരുടെയും വീട്ടിൽ ഞാൻ പോയിട്ടുണ്ട്, പ്രാദേശിക നേതാക്കന്മാരെ ഞാൻ കാണുന്നുണ്ട്, ഇവിടുത്തെ കർഷക പാടശേഖര സമിതിക്കാരെ ഞാൻ കാണുന്നുണ്ട്, ഇവിടെ ജലദൗർലഭ്യത്തിന് വേണ്ടി സമരം നടത്തുന്ന ആളുകളുണ്ട്, മെഡിക്കൽ കോളേജിന് മുന്നിൽ റീത്ത് വെച്ച് സമരം നടത്തിയിട്ടുള്ള സമര സംഘടനകളുണ്ട്. ഇവരെ എല്ലാം കണ്ടുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ്: ഒരാഴ്ചക്കാലം പോലും പൊതുപ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കാത്ത, സ്വന്തം വ്യക്തി താല്പര്യത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നാട് നന്നാക്കാൻ വേണ്ടി ഒരാഴ്ചക്കാലം പോലും ഇറങ്ങി പുറപ്പെടാത്ത, നൂലിൽ കെട്ടി ഇറക്കിയിട്ടുള്ള ഈ 2 സ്ഥാനാർത്ഥികളെയും മാറ്റിവെച്ചുകൊണ്ട് നിയമസഭയിൽ ശോഭ പോയാൽ പോരെ എന്നുള്ള ഞാൻ ചോദിച്ച ആ ചോദ്യത്തെ ഇവിടുത്തെ മുഴുവൻ ജനങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്, ബഹുഭൂരിപക്ഷം വരുന്ന ആളുകളും സ്വീകരിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ആ ഡീൽ വെട്ടിപ്പൊളിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും അത് ജനങ്ങളുടെ ഡീലാണ്. ഈ പാലക്കാട് വികസിക്കണം എന്ന ആഗ്രഹമുള്ള പാലക്കാടിലെ ജനങ്ങളുടെ ഹൃദയമാണ് ആ ഡീൽ. പാലക്കാട് ഷഫി പറമ്പിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥിയാണ് പിഷാരടി എന്നാണ് ആരോപണം. ഈ പിഷാരടി എത്തുമ്പോഴത്തേക്കും തമാശ പറഞ്ഞ് ജനങ്ങൾക്കിടയിലേക്ക് എത്താൻ പറ്റും, അങ്ങനെ വോട്ട് നേടാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമാണ് കോൺഗ്രസിനുള്ളത്. അത് എത്രത്തോളം സക്സസ് ആവും എന്ന് വിചാരിക്കുന്നു? പാലക്കാടിലെ ജനങ്ങൾക്ക് ഇപ്പൊ തമാശ കേൾക്കാനുള്ള ഒരു മൂഡിലല്ല അവരുള്ളത്. പാലക്കാടിലെ വിനോദിനി കുട്ടി സർക്കാർ ആശുപത്രിയിൽ പോയ സമയത്ത് സർക്കാർ ആശുപത്രിയിലെ അപര്യാപ്തത കൊണ്ട് കൈ മുറിച്ചു മാറ്റപ്പെട്ടത് കണ്ട് നെഞ്ചകം നേറിയിരിക്കുന്നവരാണ് പാലക്കാട്ടുകാർ. പാലക്കാടിലെ മാത്തൂരിലെയും പിരായിരിയിലെയും കണ്ണാടിയിലെയും കർഷകന്മാർ അവരുടെ നീറുന്ന വിഷയം ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയും കർഷക ആത്മഹത്യകൾ നടക്കുകയും ചെയ്തിട്ടുള്ള ഒരു മണ്ണാണ് ഈ പാലക്കാട്. ഇവിടത്തെ പാലക്കാടിലെ ഉൾഗ്രാമങ്ങളിൽ യാത്ര ചെയ്യാൻ റോഡുകളില്ലാതെ ഇന്നലെ പോലും പിരായിരിയിൽ ആളുകൾ നടന്നു പോകുന്ന വഴിയരികിൽ ഒരു സ്ട്രീറ്റ് ലൈറ്റ് കൊടുക്കാൻ സാധിക്കാതെ പാമ്പ് കടി ഏൽക്കേണ്ടി വരുന്ന മനുഷ്യരുള്ള ഒരു നാടാണ് ഈ പാലക്കാട് നിയോജകമണ്ഡലം. കൊടുന്തരപ്പള്ളി ഗ്രാമത്തിൽ ഞാൻ ചെന്ന സമയത്ത് അവർ പറഞ്ഞത്, ഞങ്ങൾ ഭൂമി വിട്ടുകൊടുക്കാൻ തയ്യാറായി. അവിടെയാണ് ജലസംഭരണി വന്നത്. എന്നാൽ ആ ജലസംഭരണിയിൽ നിന്ന് ഒരു തുള്ളി വെള്ളം പോലും ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റാതെ കുടിവെള്ള പ്രശ്നം പോലും അനുഭവിക്കുന്നവരുടെ നാടാണ് ഈ പാലക്കാട്. അപ്പൊ പാലക്കാടിന് വേണ്ടത് ഇപ്പോൾ തമാശയല്ല. പാലക്കാടിന് വേണ്ടത് പാലക്കാട്ടിലേക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊണ്ടുവന്നിട്ടുള്ള മുഴുവൻ പദ്ധതികളെയും എന്തുകൊണ്ട് അത് പാലക്കാടും കേരളത്തിലും നടപ്പിലാക്കുന്നില്ല എന്ന് നിയമസഭയിൽ ചർച്ച ചെയ്യാൻ സാധിക്കുന്ന, വേണ്ടി വന്നാൽ ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററെ വരെ കാണാൻ സാധ്യതയുള്ള, ഹോം മിനിസ്റ്ററെ നേരിട്ട് കാണാൻ സാധ്യതയുള്ള ആ 2 വീടുകളുടെയും വാതിലുകൾ തുറന്ന് സാധാരണക്കാരിയായിട്ടുള്ള ഒരു സ്ത്രീക്ക് അകത്ത് കയറാൻ കഴിയുന്ന ശോഭ വരട്ടെ എന്നുള്ള ഒരു ചിന്തയാണ് പാലക്കാട്ടുകാരെ സംബന്ധിച്ചുള്ളത്. തീർച്ചയായിട്ടും അതിവിടെ പൂവണിയും. ഇവിടെ പ്രബുദ്ധരായിട്ടുള്ള കോൺഗ്രസ്സുകാർക്ക് മനസ്സിലായിട്ടുണ്ട്. പരിണിതപ്രജ്ഞരായിട്ടുള്ള കോൺഗ്രസ്സുകാർ ഇല്ലാത്തത് കൊണ്ടല്ലല്ലോ പെട്ടെന്ന് ഒരാൾ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. മാത്രവുമല്ല, എന്ത് യോഗ്യതയുണ്ട് കോൺഗ്രസിന് വോട്ട് ചോദിക്കാൻ? 47 വർഷക്കാലം കോൺഗ്രസ് ഇവിടെ MLA ആയിരുന്നു. 47 വർഷം MLA ആയിരുന്നു കൊണ്ട് ഈ പാലക്കാടിന്റെ വികസനത്തിന് നേരെ മുഖം തിരിഞ്ഞു നിൽക്കുകയാണ് കോൺഗ്രസ് ചെയ്തത്. മുനിസിപ്പാലിറ്റി BJP ഭരിക്കുകയാണ്. അമൃത് നഗരം പദ്ധതിയുടെ ഭാഗമായി 300 കോടിയോളം രൂപ കേന്ദ്ര ഗവൺമെന്റ് കൊടുത്തു. എന്നാൽ MLAക്ക് ഇച്ഛാശക്തി ഇല്ലാത്തത് കൊണ്ടല്ലേ ഇവിടെ പാതി വഴിയിൽ അത് വികസന പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടക്കുന്നത്. MLA ഇവിടെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ട ഒട്ടനവധി കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താതെ BJP ഭരിക്കുന്ന മുനിസിപ്പാലിറ്റി അല്ലേ ഇതൊക്കെ മതി എന്ന് തീരുമാനമെടുത്തതിനെ മാറ്റിമറിക്കണം എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് പാലക്കാടിലെ ജനത ഇത്തവണ വോട്ടവകാശം രേഖപ്പെടുത്താൻ പോകുന്നത്. നേരത്തെ പറഞ്ഞല്ലോ, പല പാർട്ടികളിൽ നിന്നും അവർ BJPയിലേക്ക് എത്തുന്നു. അങ്ങനെ BJPയിലേക്ക് എത്തുമ്പോൾ അവർക്ക് ഒരു സ്ഥാനാർത്ഥിത്വം, ഒരു മത്സരിക്കാനുള്ള സാഹചര്യം, സ്ഥാനമാനങ്ങൾ കൊടുക്കുമ്പോൾ MD രമേശ് അടക്കമുള്ളവർക്ക് ഇത്തവണ സീറ്റ് നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായില്ലേ? അതിന് ശ്രീമാൻ MT രമേശ് മത്സര രംഗത്തില്ല എന്ന് പറഞ്ഞ ഒരാളല്ലേ.
അപ്പോൾ മത്സരരംഗത്ത് ഇല്ല എന്ന് പറയുകയും ഞാൻ മത്സരിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തതിനു ശേഷം അദ്ദേഹം തന്നെയാണല്ലോ അവിടെ പാർട്ടിയുടെ രണ്ട് നേതാക്കളുടെ പേര് ശുപാർശ ചെയ്തത്. അവരെ വിജയിപ്പിക്കേണ്ട ബാധ്യതയുണ്ട് എനിക്ക് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അങ്ങനെയുള്ള ഒരു ലീഡറെ ചേർത്ത് വെച്ച് കഥകൾ ഉണ്ടാക്കിയിട്ട് യാതൊരു കാര്യവുമില്ല. സംഘടനാ മെഷീനറി മുന്നോട്ട് പോകണം, പാർട്ടി മെഷീനറിയും അതായത് പാർട്ടിയിലെ സ്ഥാനാർത്ഥികളും മുന്നോട്ട് പോകണം എന്ന് വളരെ കൃത്യതയോടുകൂടി നോക്കിക്കണ്ടുകൊണ്ടാണ് ഇവിടെ സ്ഥാനാർത്ഥി നിർണയം ഉണ്ടായിട്ടുള്ളത്. അത് തീർച്ചയായിട്ടും ഞങ്ങളെ സംബന്ധിച്ച് എത്രയോ സീനിയർ ആയിട്ടുള്ള ഒരു ലീഡർമാർ ഒരുമിച്ചിറങ്ങിക്കൊണ്ട് ഇവിടെ പ്രവർത്തനം നിരീക്ഷിക്കുകയാണ്. എത്രയോ സംസ്ഥാനങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ വലിയൊരു മൂവ്മെന്റ് ആണ് കേരളത്തിൽ നടക്കാൻ പോകുന്നത്. നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുമ്പോൾ കോടികളുടെ ആസ്തി ഉണ്ട് എന്നുള്ളത്, ഇത്രയും ആസ്തി പാടില്ല എന്നാണോ പറയുന്നത്? അല്ല, സാധാരണക്കാരിയായിട്ടുള്ള ശോഭയുടെ അമ്മ അതിലേറെ പട്ടിണി കിടക്കുന്ന ഒരു കുടുംബത്തിൽ നിന്ന് വളർന്നു വന്ന ഒരാളാണ്. എനിക്കും 3 നേരം ഭക്ഷണം കഴിക്കാനുള്ള ഗതി ഏതാണ്ട് ഒരു 18-19 വയസ്സ് വരെ ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ള ഒരു വീട്ടിൽ നിന്ന് ഇവിടെ നിലനിൽക്കുന്ന എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് ഒരു കുഗ്രാമത്തിൽ നിന്ന് ഒരു സ്ത്രീ പടിപടിയായിട്ട് കഷ്ടപ്പെട്ട് വളർന്നു വന്ന് ഒരു പ്രസ്ഥാനത്തിന്റെ അഖിലേന്ത്യാ ലീഡർഷിപ്പിലേക്ക് എത്തുകയും അതോടൊപ്പം തന്നെ 2 കുട്ടികളെയും ഇടത്തും വലത്തും നിർത്തിക്കൊണ്ട് എൻ്റെ ചിറകിനടിയിൽ തന്നെ അവരെ വളർത്തി അവരുടെ വ്യക്തിത്വത്തെ കാത്തു സൂക്ഷിച്ച് അവർക്ക് പഠിക്കാൻ ആവശ്യമായ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കി കൊടുത്തുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി എന്ന് പറയുന്ന IIT-യിലെ 6ാം റാങ്കുകാരനായിട്ട് ആ കുട്ടി മാറുകയും അത് കഴിഞ്ഞ് സൗത്ത് ഇന്ത്യയിൽ നിന്ന് ശശി തരൂരിന് ശേഷം ഒരു മലയാളി പബ്ലിക് പോളിസിക്ക് സെലക്ട് ചെയ്യപ്പെടുകയും ചെയ്ത ഒരു കുട്ടിയുടെ അമ്മ എന്നുള്ള രീതിയിൽ ആ കുട്ടിക്ക് ഇപ്പോൾ 29 വയസ്സായി. അപ്പോൾ ആ കുട്ടി അധ്വാനിക്കുന്ന പൈസയുണ്ടല്ലോ, ആ പൈസ ചേർത്ത് വെച്ചുകൊണ്ട് ആ ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ ആ കുട്ടി, എൻ്റെ മകൻ എനിക്ക് ഒരു സാഹചര്യം ഒരുക്കി തന്നാൽ അതിലെന്തെങ്കിലും അലോസരപ്പെടേണ്ടതുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ പറഞ്ഞത്, ATM പൊളിക്കാൻ പോയിട്ടല്ല പൈസ ഉണ്ടായിട്ടുള്ളത്. എനിക്ക് ഗതി ഉണ്ടായിരുന്നില്ല, ജീവിക്കാൻ ആവശ്യമായ സാഹചര്യം ഉണ്ടായിരുന്നില്ല. എന്നാൽ 1995 ശേഷം കേരള രാഷ്ട്രീയത്തിൽ നിങ്ങൾ എന്നെ കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുവരെ ഒറ്റ കാര്യമേ ആവശ്യപ്പെട്ടിട്ടുള്ളൂ, കോടികളുടെ ശമ്പളം കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒരു പകുതി തരണം. എന്തിനു തരണം? എൻ്റെ വേറെയും കുട്ടികളുണ്ട് എനിക്ക്. ഇപ്പൊ ഇവിടെ ഞാൻ പഠിപ്പിച്ച് വളർത്തി വലുതാക്കിയ ഒരു മുസ്ലിം ചെറുപ്പക്കാരൻ 2 പേരാണ് വന്നിട്ടുള്ളത്. 2 പേരും അവർ 2 പേരും ഒരാൾ MD-ക്ക് പഠിക്കുകയാണ്. ഞാൻ ഇതുവരെ കേരളത്തിൽ അവരുടെ മുഖം അഡ്രസ്സ് ചെയ്തിട്ടില്ലല്ലോ. ലോജിസ്റ്റിക്കൽ റാങ്ക് കിട്ടിയ കുട്ടി ഇന്ന് ഗുജറാത്ത് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ്. ഞാൻ വളർത്തിക്കൊണ്ടുവന്ന കുട്ടിയാണ്. ഇതെല്ലാം ഈ കുട്ടികളെല്ലാം പ്രസവിച്ചത് വേറെ അമ്മമാരാണ്. പക്ഷേ അവർ ശോഭമ്മ എന്ന് വിളിക്കുന്ന എന്നെ സംബന്ധിച്ച് എനിക്ക് 62ഓളം വരുന്ന കുട്ടികളുണ്ട്. ഈ 62ഓളം വരുന്ന കുട്ടികൾ ഞാൻ പറയുന്നത് അനുസരിക്കുന്ന കുട്ടികൾ തന്നെയാണ്. അപ്പോൾ ഈ സമൂഹത്തിൽ നമ്മൾ പ്രവർത്തിക്കുകയും മുന്നോട്ട് പോവുകയും ചെയ്യുമ്പോൾ ശോഭാ സുരേന്ദ്രനെ കുറിച്ച് മാത്രം പരിശോധിക്കാൻ ചില ആളുകളും, എന്നാൽ മറ്റുള്ള രാഷ്ട്രീയ നേതാക്കളെ കുറിച്ച് ഈ ചരിത്രമൊന്നും ആർക്കും അറിയണ്ട എന്നുള്ള ഒരു സാഹചര്യവും കേരളത്തിലുണ്ടെങ്കിൽ അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവിടെ എത്തിയിട്ടുള്ളത്. എൻ്റെ ഒരു വ്യാജ ഓഡിയോ വരെ നിർമ്മിക്കപ്പെട്ടു കഴക്കൂട്ടം തെരഞ്ഞെടുപ്പിൽ ഞാൻ മത്സരിക്കുന്ന സമയത്ത്. തീർച്ചയായിട്ടും അതിൻ്റെ പേരിൽ ആ ഓഡിയോ പുറത്തിറക്കിയ വ്യക്തി തന്നെ പൊതുസമൂഹത്തോട് പറഞ്ഞു ഇതെനിക്ക് തെറ്റുപറ്റിയതാണ് എന്ന് പറഞ്ഞിട്ട് പോലും എന്നെ വേട്ടയാടലുകൾ നിർത്തുന്നില്ല എന്നുള്ളതിൻ്റെ കാരണം എന്താണ്? ഞാൻ കേരള നിയമസഭയിൽ ഉണ്ടായില്ലെങ്കിലോ എന്നുള്ള ചിന്ത കൊണ്ടാണ്. ആ വെള്ളമൊക്കെ ഒരുപാട് ഒഴുകിപ്പോയി. ഇത്തവണ കേരളത്തിലെ ജനങ്ങൾ, പാലക്കാടിലെ ജനങ്ങൾ 2 കൈ നീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. വലിയ മൂവ്മെന്റാണ്. വിജയിക്കും, തിരുവനന്തപുരത്ത് വരും. ആ വരുന്ന വഴിയിൽ നിങ്ങളുടെ സ്ഥാപനത്തിന്റെ കൊച്ചിയുടെ മുന്നിലും ഞങ്ങൾ ഇറങ്ങും. അങ്ങനെ സന്തോഷത്തോടു കൂടി ഒരു താമരയും പിടിച്ചുകൊണ്ട് തിരുവനന്തപുരത്തേക്ക് പോകണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. ഞാൻ മുൻപൊരു ഇന്റർവ്യൂവിൽ പറഞ്ഞിരുന്നു, ആലപ്പുഴയുടെ കടൽ തീരത്തുള്ള ദുഃഖം അനുഭവിക്കുന്ന അമ്മമാരെയും ഞാൻ എൻ്റെ നെഞ്ചിൽ ചേർത്ത് വയ്ക്കും. ഈ പാലക്കാട് കഴിഞ്ഞ തവണ ഞാൻ വാക്കുകൊടുത്തിട്ടുള്ള ആലപ്പുഴയും പ്രത്യേക ശ്രദ്ധ പുലർത്തിക്കൊണ്ടായിരിക്കും എൻ്റെ പ്രവർത്തന മണ്ഡലം. വോട്ട് ഷെയറിനപ്പുറം, വോട്ടിനപ്പുറം എപ്പോഴും ആ മണ്ഡലത്തോട്, ആ പ്രദേശത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു ശോഭയാണ് കണ്ടിട്ടുള്ളത്. പലരും വരും, ഒരു തെരഞ്ഞെടുപ്പ് സമയത്ത് വരും, മത്സരിക്കും, പോകും. ഇനി ജയിച്ചാൽ തന്നെ പലപ്പോഴും കാണാറില്ല എന്നാണ് പല നേതാക്കളെ കുറിച്ചും പറയുന്നത്. അപ്പൊ എന്തുകൊണ്ടാണ് ആ ഒരു മണ്ഡലം, ആ ഒരു അറ്റാച്ച്മെന്റ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വരുന്ന ഒരു അറ്റാച്ച്മെന്റ് ആണ്? എങ്ങനെയാണ് അവരുമായിട്ട് ഇത്രയും അടുത്തതും കൂടുതൽ അവരുമായിട്ട് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം? ഒരുപാട് ബുദ്ധിമുട്ടുകളും പ്രതിസന്ധികളുമുള്ള ഒരു സമൂഹത്തിൽ നമ്മൾ ജീവിക്കുന്ന സമയത്ത് ഒരു വ്യക്തിയെ, അതായത് ഇലക്ഷനിൽ ഒരുപക്ഷെ വോട്ട് ചെയ്തിട്ടുണ്ടാവാം, ഒരുപക്ഷെ വോട്ട് ചെയ്തിട്ടില്ലായിരിക്കും, പക്ഷെ ഒരു വ്യക്തിയെ അവരൊരു തണലായിട്ട് കാണുകയും ആ വ്യക്തിയെ കാണാൻ വേണ്ടിയിട്ട് അവർ വരികയും അവരുടെ വേദനകൾ പങ്കുവയ്ക്കുകയും ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നും ആലോചിക്കാതെ, മേലും കീഴും ആലോചിക്കാതെ ചില കാര്യങ്ങളിൽ ഞാൻ വാക്കുകൊടുക്കും. ഒരു പെൺകുട്ടി വന്ന് കരഞ്ഞ് എന്നോട് പറഞ്ഞത്, വീട്ടിൽ നിന്ന് ഞങ്ങളെ പുറത്തിറക്കി വിട്ടിരിക്കുകയാണ്, അമ്മയുണ്ട്, 3 പെൺകുട്ടികളുമുണ്ട്, ഒന്നുകിൽ ആത്മഹത്യ അല്ലെങ്കിൽ ജീവിതം. അങ്ങനെ പറഞ്ഞു വരുന്നവരോട് ഞാൻ എന്താണ് പറയേണ്ടത്? ഞാൻ എൻ്റെ ആളുകളോട് വിളിച്ച് അനുവാദം ചോദിച്ചുകൊണ്ട് ഞാൻ എന്തെങ്കിലും അവർക്ക് കൊടുക്കണോ? അങ്ങനെ ചോദിക്കാൻ നമുക്ക് പറ്റില്ല. ആ സമയത്ത് ഞാൻ പറഞ്ഞത്, ഒരമ്മയായിട്ട്
നിങ്ങൾക്ക് 3 പേർക്കും ഞാനുണ്ടാവും. അവരുടെ അമ്മയോട് ഞാൻ പറഞ്ഞത് ആത്മഹത്യയല്ല പരിഹാരമാർഗം, അമ്മയ്ക്ക് ഒരു അനുജത്തിയായിട്ട് ശോഭയുണ്ടാവും എന്ന്. ആ ഒരു കൈപിടിക്കലും കരുതലും അത് വെറും വാക്കല്ല, അത് പ്രാവർത്തികമാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൂടെ നമ്മളിപ്പോൾ മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായിട്ടും വ്യക്തിബന്ധങ്ങൾ ഏറെക്കുറെ സൂക്ഷിക്കുമ്പോൾ, അല്ലെങ്കിൽ സൂക്ഷിക്കുന്നുവെന്ന് ഞാൻ പറഞ്ഞാൽ പോരല്ലോ, അത് പൊതുസമൂഹത്തിനും ബോധ്യപ്പെടണം. ആ ബോധ്യപ്പെടൽ ഉണ്ടാകുമ്പോൾ തീർച്ചയായിട്ടും അവരുടെ സ്നേഹം കൂടും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതിനകത്ത് രാഷ്ട്രീയം ഒന്നും കാണേണ്ട കാര്യമില്ല. അത് ഒരു വ്യക്തിപരമായിട്ട് ഞാൻ ഓർക്കുകയാണ്, സുഗതകുമാരി ടീച്ചറെ കാണാൻ പല അവസരങ്ങളിലും പോയ സമയത്ത് എന്നെ ഒറ്റയ്ക്ക് ഇരുത്തിയിട്ട് ടീച്ചർ പറയുമായിരുന്നു, ഒരു തണൽ കേരളത്തിലെ പെൺകുട്ടികൾക്ക് വേണം, ഒരു തണൽ. ടീച്ചർ എപ്പോഴും പെൺകുട്ടികളുടെ കൂടെ നിൽക്കുന്ന ഒരാളായിരുന്നു. അപ്പോൾ ടീച്ചർ പറയും, ഞാനൊക്കെ വയസ്സായ സമയത്ത് എന്നെ കണ്ട സമയത്ത് പറഞ്ഞു, ശോഭ ഞാൻ ഇവിടെ നിന്ന് ഇല്ലാതായാലും ശോഭയെ പോലെയുള്ള ആളുകൾ ഇങ്ങനെയുള്ള താവളമായിട്ട് അല്ലെങ്കിൽ തണലായിട്ട് മാറണം എന്ന് ടീച്ചർ പറയുണ്ടായി. എൻ്റെ രാഷ്ട്രീയമൊന്നും നോക്കിയിട്ടോ ഞാൻ ഏത് പാർട്ടിയിൽ പ്രവർത്തിക്കുന്നതെന്ന് നോക്കിയിട്ടില്ല. അങ്ങനെ ഒട്ടനവധി അമ്മമാർ നമുക്ക് പ്രോത്സാഹനം നൽകുന്ന, നമ്മളെ മുന്നോട്ട് നയിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ വീടിനകത്തൊക്കെ കയറി ചെല്ലുന്ന സമയത്ത് കോൺഗ്രസ്സുകാരുടെ ഭാര്യമാരാണ്. അതായത് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്ഥലത്ത് ചെന്ന സമയത്ത് എന്നെ കാണാൻ വേണ്ടിയിട്ട് വഴിയരികിൽ കാത്തു നിന്നിട്ട് പറയാണ്, കോൺഗ്രസിന്റെ ചുമതലക്കാരനാണ് ഭർത്താവ്, അതുകൊണ്ട് മോള് വീടിനകത്തേക്ക് വരണ്ട, കാരണം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ചുറ്റുമുള്ളവർക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. വലിയ ആളുടെ ഭാര്യയാണ്. ഞാൻ ശോഭയ്ക്ക്, എൻ്റെ സുഹൃത്തുക്കളുടെയും വോട്ട് ശോഭയ്ക്കാണ്, ശോഭ വരുന്നത് കാത്തിരിക്കുകയാണ്. ഇങ്ങനെ പറയുന്ന കോൺഗ്രസ്സുകാരുടെ ഭാര്യമാരും മാർക്സിസ്റ്റുകാരുടെ ഭാര്യമാരും ഒക്കെ ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതിനെല്ലാം സന്തോഷത്തോടുകൂടി ഞാൻ കാണുകയാണ്. പക്ഷെ ഉത്തരവാദിത്തം വർദ്ധിക്കുകയാണ്. ആളുകൾക്ക് സ്നേഹം നമ്മളോട് കൂടുമ്പോൾ, നമ്മളിൽ അവർ ഒരു തണൽ കാണുന്ന സമയത്ത് നമ്മളുടെ പ്രതിബദ്ധത കൂടുക എന്നുള്ളതാണ്. അപ്പോൾ ഒരു ദിവസം വീട്ടിലിരിക്കുന്നുണ്ടെങ്കിൽ അതുപോലും അവസാനിപ്പിക്കേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ടാകും. MLA എന്നുള്ള രീതിയിൽ ഞാൻ പാലക്കാടിലെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, പിരായിരിയിൽ, കണ്ണാടിയിൽ, മാത്തൂരിൽ, മുനിസിപ്പാലിറ്റിയിൽ, ഈ 4 സ്ഥലത്തും MLAക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ആളുകൾ ഉണ്ടാവും. MLAക്ക് ഓഫീസുകൾ തുറക്കും. ജയിച്ച് 3-ാമത്തെ ദിവസം തുറക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ജയിച്ച് കഴിഞ്ഞ് ആഹ്ലാദ പ്രകടനമെല്ലാം കഴിഞ്ഞ് സത്യപ്രതിജ്ഞ കഴിഞ്ഞ് തിരിച്ചു വന്നിട്ടല്ല ഓഫീസ് പ്രവർത്തനം തുടങ്ങുക. അപ്പം അത് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്, ശോഭ വന്നാൽ അത് സംഭവിക്കും എന്നുള്ള ഒരു ബോധ്യം. അത് തീർച്ചയായിട്ടും നമുക്ക് നോക്കാം. രാഷ്ട്രീയ വേദികളിൽ കത്തിക്കയറിയിരുന്ന ശോഭയിൽ നിന്നും വളരെ പക്വതയോടുകൂടി സംസാരിക്കുന്ന, കാര്യങ്ങൾ പഠിച്ച് സംസാരിക്കുന്ന ഒരു ശോഭയാണ് കുറച്ചു കാലങ്ങളായി നമ്മൾ കാണുന്നത്. ഒരു വനിതാ നേതാവ് എന്നുള്ള രീതിയിൽ വളർന്നു വരുന്നത് അത്ര വിലപ്പെട്ട കാര്യമാണ്, ശ്രമകരമാണ്. എങ്ങനെയായിരുന്നു ഈ പൊളിറ്റിക്കൽ കരിയറിൽ ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഉണ്ടാകുന്നത്? അല്ല, പ്രതിസന്ധികളിൽ നമ്മളെപ്പോഴും, അതായത് ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നത് വരെ മാത്രമേ എൻ്റെ അച്ഛനെ കണ്ടിട്ടുള്ളൂ. പക്ഷേ എൻ്റെ അച്ഛൻ എന്ന് പറയുന്നത് വലിയൊരു കരുത്തിൻ്റെ പ്രതീകമായിരുന്നു. അപ്പോൾ 5 പെൺകുട്ടികൾ, അതുപോലെ തന്നെ ഒരു സഹോദരനും, അങ്ങനെയുള്ള ഒരു കുടുംബത്തിൽ, ദരിദ്രമായ സാഹചര്യമുള്ള ഒരു കുടുംബത്തിൽ എപ്പോഴും അച്ഛൻ പറയുന്ന 2 കാര്യങ്ങളുണ്ട്. നമ്മൾ തല ഉയർത്തിപ്പിടിച്ച് അങ്ങോട്ട് നിൽക്കണം. നമ്മൾ എന്താണോ മനസ്സിൽ നമുക്ക് ദൈവികമായിട്ട് തോന്നുന്നത്, കാരണം അച്ഛൻ വലിയ ഈശ്വരവിശ്വാസിയായിരുന്നു, ദൈവികമായിട്ട് മനസ്സിൽ തോന്നുന്നത് അത് ഒരുപക്ഷെ 4 പേർ അത് ശരിയല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ വീണ്ടും വീണ്ടും അത് നമ്മളോട് ചോദിക്കുക, ഇത് ശരിയാണോ, ഇത് ശരിയാണോ, ഇത് ശരിയാണോ, ചോദിച്ചാൽ അവസാനം നമുക്കൊരു ഉത്തരം കിട്ടും. ആ ഉത്തരത്തിലൂടെ നടന്നു പോകണമെന്ന് എഴുത്തും വായനയും ഇല്ലാത്ത ഒരു സാധാരണക്കാരനായ ഒരു അച്ഛൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പം എപ്പോഴും പ്രതിസന്ധികളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ആ പ്രതിസന്ധികളിൽ നമ്മൾ തളർന്ന് കുറച്ചു നേരം ഇരിക്കും, പക്ഷെ വീണ്ടും റീതിങ്കിങ് വരും, നമ്മൾ വീണ്ടും ഇറങ്ങി പുറപ്പെടുക, മുന്നോട്ട് പോവുക. എനിക്ക് സ്ത്രീ സമൂഹത്തിലെ മുഴുവൻ ആളുകളോടും, അതായത് മുനിസിപ്പാലിറ്റിയിൽ ചെയർപേഴ്സണായിട്ടിരിക്കുന്ന സ്ത്രീകളുണ്ട്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായിട്ടുള്ള സ്ത്രീകളുണ്ട്, നിയമസഭയിലേക്ക് മത്സരിക്കാൻ ഇപ്പോൾ BJP ആണ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ നിയമസഭയിൽ സ്ഥാനാർത്ഥികളായിട്ട് നിർത്തിയിട്ടുള്ളത് ഇത്തവണ മാത്രമല്ല, കഴിഞ്ഞ തവണയും അത് തന്നെയായിരുന്നു സാഹചര്യം. ഇവിടെ ഇത്ര വർഷം ഭരിക്കാൻ അവസരം കിട്ടിയിട്ടുള്ള 2 മുന്നണികളും അവർക്ക് ഇവിടെ സ്ത്രീ സമൂഹത്തോട് പ്രതിബദ്ധത പുലർത്താൻ, കമ്മിറ്റ്മെന്റ് നൽകാൻ അവർക്ക് സാധിച്ചില്ല. പക്ഷെ ഞങ്ങൾ അത് കേരളത്തിൽ പ്രാവർത്തികമാക്കി കാണിച്ചിട്ടുണ്ട്. വലിയ ഒരു മുന്നേറ്റം സ്ത്രീകൾക്കുണ്ടാകാൻ നമ്മൾ കഷ്ടപ്പെടണം, കഠിന പ്രയത്നം ചെയ്യണം. ഇരട്ട ജോലി ചെയ്തുകൊണ്ടാണ് കേരളത്തിലെ സ്ത്രീ സമൂഹം മുന്നോട്ട് പോകുന്നത്. അത് ഏത് മേഖലയിലായിക്കോട്ടെ, വീട് നോക്കി, കുട്ടികളെ നോക്കി, പണികളെടുത്ത് ജോലി ചെയ്ത്, സമൂഹത്തെ നോക്കി, രാഷ്ട്രീയം നോക്കി, ഇങ്ങനെ നടക്കുമ്പോൾ അതൊരു കഠിന പ്രയത്നമാണ്. അത് നമ്മൾ പറയില്ലേ, നല്ല ഒഴുക്കുള്ള ഒരു നദിയിൽ അകപ്പെട്ട കല്ലിന് എന്ത് സംഭവിക്കും? മൂർച്ചയൊക്കെ ആദ്യം ഉണ്ടാവും, പിന്നെ ആ മൂർച്ചയെല്ലാം തന്നെ സ്മൂത്തായിട്ട് മാറും. അപ്പോൾ ജീവിതത്തിൻ്റെ കഠിന പ്രയത്നത്തിലൂടെ മുന്നോട്ട് പോകുമ്പോൾ അനുഭവപ്പെടുന്ന പ്രതിസന്ധികളും അതുപോലെ തന്നെ അനുകൂലമായിട്ടുള്ള ഘടകങ്ങളും എല്ലാം ചേർത്ത് രൂപവൽക്കരിക്കപ്പെടും സ്ത്രീത്വം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മോദിയുടെ പ്രഭാവം കേരളത്തിലുണ്ട് എന്ന് നമ്മൾ പറയുന്നുണ്ട്.
പക്ഷേ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനും കഴിയുന്നുണ്ട്. പക്ഷെ നമുക്കൊരു സ്ഥാനത്തേക്ക് ഒരാളെ എത്തിക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഡ്രാസ്റ്റിക് ചേഞ്ചാണ് കേരളം കാണാൻ പോകുന്നത്. കാരണം കേരളത്തിലെ ജനങ്ങളോട് ഞങ്ങൾ ചില കണക്കുകളെല്ലാം പറഞ്ഞു. അതായത് കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളുടെ ശ്രീമാൻ നരേന്ദ്രമോദി ഈ രാജ്യം ഭരിക്കാൻ തുടങ്ങിയതിന് ശേഷം ഓരോ മേഖലയ്ക്കും വലിയ തുക കിട്ടിയത് കൊണ്ടാണ് കേരളത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി ആ കണക്ക് ജനങ്ങളുടെ മുന്നിൽ വെക്കാത്തത്. ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി വന്ന കോടികൾ എത്രയാണ്? കാർഷിക മേഖലയ്ക്ക് വേണ്ടി കൊടുത്തത് എത്രയാണ്? ഇവിടുത്തെ വൈദ്യുതി ക്ഷാമം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കേന്ദ്ര പൂളിൽ നിന്ന് പവർ ഗ്രിഡിൽ, ഇപ്പോൾ തൃശ്ശൂരിൽ പോലും ഉദ്ഘാടന കർമ്മം നിർവഹിക്കപ്പെട്ടിട്ടുള്ള മണ്ണുത്തിയിലെ പവർ ഗ്രിഡ് പരിശോധിച്ചാൽ മാധ്യമ സുഹൃത്തുക്കൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, നേരിട്ട് കേന്ദ്രം വൈദ്യുതി കൊടുക്കുന്ന സാഹചര്യത്തിലേക്ക് കേരളം മാറിയിരിക്കുകയാണ്. ഒരു വീട്ടിലേക്ക് 78,000 രൂപയുടെ സൂര്യഘർ പദ്ധതി കൊടുക്കാമെന്ന് കേന്ദ്ര ഗവൺമെന്റ് പറഞ്ഞാലും അത് കൈപിടിച്ചെടുക്കാൻ തയ്യാറല്ലാതെ മോദിയുടെ സൂര്യഘർ വേണ്ട എന്ന് തീരുമാനമെടുത്തിട്ടുള്ള ഈ നാട്ടിലേക്ക് വലിയ മുന്നേറ്റവും വലിയ വികസനവും വലിയ വലിയ റോഡുകൾ നമ്മുടെ നാട്ടിൽ കാണുകയാണ്. 1/2 ഡസൻ കേന്ദ്രമന്ത്രിമാരുള്ള കാലത്ത് കിട്ടാത്ത വികസനമാണ് റോഡിന്റെ മേഖലയിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇവിടെ ഒരു 3 ദിവസം കൂടുമ്പോൾ പഠിക്കാൻ ആവശ്യമായ സർവകലാശാലകൾ ഇന്ത്യയിൽ ഓരോ സംസ്ഥാനത്തും തറക്കല്ലിടുമ്പോൾ കേരളത്തിലെ വിദ്യാഭ്യാസ മേഖല താഴേക്ക് അധപ്പതനത്തിലേക്ക് പോവുകയാണ് എന്ന് ഇവിടെ അധികാരം ഏറ്റെടുത്ത ഒരു ഗവർണർ വരെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന്റെ മുന്നിൽ ചൂണ്ടിക്കാണിച്ചിട്ടും ഞങ്ങൾക്ക് രാഷ്ട്രീയം മതി, ഞങ്ങളുടെ കുട്ടികൾ ജ്ഞാനം, ശീലം, ഏകതയോടുകൂടി മുന്നോട്ട് പോകണ്ട എന്ന് തീരുമാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഈ കേരളത്തിന്റെ ഭരണകൂടത്തിന് നേതൃത്വം നൽകുന്നതും ഇവിടുത്തെ ഭാവി തലമുറയ്ക്ക് ആവശ്യം വികസനമാണെന്നും അവിടെ ഈ കുട്ടികൾക്ക് തണലായി മാറാൻ ശ്രീമാൻ നരേന്ദ്രമോദി ഉണ്ടാകും എന്നുള്ള ആ ഒരു പ്രതീക്ഷ അത് അദ്ദേഹം തെളിയിച്ചിട്ടുള്ള കാര്യമാണ്. വെറും ഒരു സ്വപ്നത്തിൻ്റെയോ ഒരു വാക്കോ അല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വലിയ ഒരു മുന്നേറ്റം ബി ജെ പിയുടെ ആരോഗ്യ വകുപ്പ് മന്ത്രിയെ ജനങ്ങൾ സ്വപ്നം കാണുകയാണ്. ബി ജെ പിയുടെ വൈദ്യുതി വകുപ്പ് മന്ത്രിയെ ജനങ്ങൾ സ്വപ്നം കാണുകയാണ്. ബി ജെ പിയുടെ ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ജനം ആഗ്രഹിക്കുകയാണ്. കാരണം ഇവിടുത്തെ വലിയ മയക്കുമരുന്ന് മാഫിയകളെ അടിച്ചമർത്താൻ, അവരെ കയ്യാമം വെച്ച് ജയിലിലടയ്ക്കാൻ, ഇവിടുത്തെ കുരുന്നുകളുടെ ജീവിതം രക്ഷിക്കാൻ 48 മണിക്കൂർ സമയം കിട്ടിയാൽ കരുത്തുള്ള ഒരു ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും ഈ നാട് എന്ന് ഇവിടുത്തെ ആളുകൾ കാത്തിരിക്കുകയാണ്. ശോഭ മത്സരിച്ച് ജയിച്ചാൽ, MLA ആയാൽ, നിയമസഭയിൽ എത്തിയാൽ ഉള്ളൊരു സ്വപ്നം, ഏറ്റവും വലിയൊരു സ്വപ്നം എന്താണ്? 2 പ്രയോറിറ്റികളാണ്. ഒന്ന്, ഈ നമ്മുടെ കേരള സംസ്ഥാനത്തെ സംബന്ധിച്ച് സാമ്പത്തിക മേഖലയിൽ നമ്മൾ വളരെ വളരെ പിന്നിലാണ്. ഈ പിന്നിലാകുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് നോൺ ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് ലോട്ടറി കച്ചവടത്തിലൂടെയാണ്. മറ്റൊരു റവന്യൂ എന്ന് പറയുന്നത് പ്രധാനപ്പെട്ടത് മദ്യ കച്ചവടത്തിലൂടെയാണ്. അപ്പം നമുക്ക് ഈ രണ്ടുമല്ലാതെ വഴികൾ സ്വീകരിക്കാൻ സാധിക്കണം. ഇവിടുത്തെ ടെക്നോളജി കയ്യിലുള്ള ആളുകൾ, സ്കിൽ ഡെവലപ്മെന്റ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ, സ്റ്റാർട്ടപ്പിൻ്റെയും സ്റ്റാൻഡപ്പിൻ്റെയും ഒരുക്കിയെടുക്കാൻ സാധിക്കുന്നവർ, ഇവർക്ക് മറ്റു സംസ്ഥാനങ്ങളെ വെല്ലുന്ന രീതിയിൽ ഇപ്പോൾ വിഴിഞ്ഞത്തിൻ്റെ കൂടി സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വലിയ മുന്നേറ്റവും ടൂറിസത്തിൻ്റെ നീണ്ട കടലോരമുള്ള കേരളത്തിലെ ടൂറിസത്തിൻ്റെ സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ സാധിക്കുന്ന രീതിയിലുള്ള സമഗ്രമായിട്ടുള്ള വികസനത്തിന് ശോഭയായിരിക്കില്ല സംസാരിക്കുന്നത്. ഇവിടെ കർഷകർക്ക് വേണ്ടി അവർ സംസാരിക്കും, ടെക്നോളജിസ്റ്റുകൾക്ക് വേണ്ടി അവരുടെ വിദഗ്ധന്മാർ സംസാരിക്കും. അവർ എന്നോട് പറയും, അതിനുള്ള ആളുകളെല്ലാം തന്നെ ഇവിടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരും ജനസഭയായിരിക്കും ശോഭാ സുരേന്ദ്രനെ മുന്നോട്ട് വെക്കുന്നതും സംസാരിപ്പിക്കുന്നതും ഓരോ പ്രവൃത്തിയും ചെയ്യിക്കുന്നതും. അപ്പോൾ നമ്പർ 1, നമ്പർ 2, നമ്പർ 3 എന്ന് ഞങ്ങൾ പ്രായോഗികമായി തീരുമാനമെടുക്കുമ്പോൾ എൻ്റെ ഒന്നാമത്തെ സ്വപ്നം എന്ന് പറയുന്നത് 8 വയസ്സുകാരനും 10 വയസ്സുകാരനും അവൻ്റെ കുടുംബത്തോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു കേരളം, മയക്കുമരുന്നിന് അടിമപ്പെടാത്ത ഒരു കേരളം, മാരകമായ ലഹരി വസ്തുക്കൾ വരാത്ത അല്ലെങ്കിൽ കുട്ടികൾ ഉപയോഗിക്കാത്ത ഒരു കേരളം, അതിനാവശ്യമായിട്ടൊരു തലമുറയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒന്നാമത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത് സാർവത്രികമായ വികസനം. ജി സുധാകരൻ പാർട്ടി വിടുന്നു. അപ്പം മുഖ്യമന്ത്രി പറഞ്ഞത് ചെറ്റത്തരമാണ് കാണിച്ചത് എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. അതേ മുഖ്യമന്ത്രി തന്നെ കെ സുധാകരന്റെ നടപടിയെ പ്രശംസിക്കുകയും ചെയ്തു. അല്ല, മുഖ്യമന്ത്രി അങ്ങനെ തന്നെയാണല്ലോ. കാരണം അദ്ദേഹം ആദ്യമായിട്ടല്ല ഇങ്ങനെ പറയുന്നത്. ഒരു ബിഷപ്പിനെ എന്താണ് അദ്ദേഹം, എന്ത് പ്രയോഗമാണ് ബിഷപ്പിനെ നടത്തിയത്? അപ്പോൾ ഒരു മതമേലധ്യക്ഷനെ പോലും വെല്ലുവിളിക്കാനും നികൃഷ്ടമായ വാക്കുകൾ ഉപയോഗിക്കാനും സാധിക്കുന്ന ഒരാളാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. ആ മുഖ്യമന്ത്രിയെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള ഷാജഹാന്റെ ഉമ്മ പറഞ്ഞതാണ് ഞാൻ ഓർക്കുന്നത്, ഇതുപോലൊരു മുഖ്യമന്ത്രി കേരളം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. എന്നാൽ ഇതുപോലെ ഭാഗ്യവാനായ ഒരു മുഖ്യമന്ത്രിയെയും കേരളം കണ്ടിട്ടില്ല എന്നുള്ളതാണ്. രാജ്യഭരണകൂടത്തിന് നേതൃത്വം നൽകുന്ന നല്ല ഒരു കൂട്ടം ആളുകൾ ഉള്ളത് കൊണ്ട്
ഉണ്ടുറങ്ങിക്കഴിഞ്ഞാലും കേരളത്തിന് സാമ്പത്തികമായിട്ടുള്ള ഭദ്രത നഷ്ടപ്പെടുമ്പോൾ KV തോമസ് മാഷ് അവിടെ ചെന്ന് ആളുകളെയൊക്കെ കണ്ട് ഞങ്ങളുടെ കേരളത്തെ രക്ഷിക്കണമേ എന്ന് പറഞ്ഞ് ഫിനാൻസ് മിനിസ്റ്റർ ഉൾപ്പെടെ കണ്ട് അപ്പപ്പോ എയ്ഡുകൾ, കാരണം ഒരു സംസ്ഥാനം താഴേക്ക് പോകുന്നത് ഒരു രാജ്യത്തിന് നല്ലതല്ല. അപ്പൊ അങ്ങനെയുള്ള എല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു കേന്ദ്ര ഗവൺമെന്റ് ഉള്ളപ്പോൾ എത്ര വൃത്തികേടാണ് സംസാരിക്കുന്നത്. ശ്രീമാൻ സുധാകരനെ സംബന്ധിച്ച് പറഞ്ഞാൽ അദ്ദേഹം എടുത്തിട്ടുള്ള നിലപാടുകൾ, അദ്ദേഹം ഞാൻ മനസ്സിലാക്കുന്നത് അവസാനത്തെ കമ്മ്യൂണിസ്റ്റുകാരനാണ്. കേരളം കണ്ട നല്ലവരായിട്ടുള്ള കമ്മ്യൂണിസ്റ്റുകാരിൽ വിരലിലുണ്ടാവുന്ന അവസാനത്തെ ഒരു 1/2 ഡസൻ വരുന്ന കമ്മ്യൂണിസ്റ്റുകളിൽ ഒരാളാണ് ശ്രീമാൻ സുധാകരൻ. അപ്പൊ അങ്ങനെയുള്ള ഒരാളെ കർണക്കുറ്റിക്ക് 2 അടി കൊടുത്ത് വൃത്തികേട് വിളിക്കുന്നതിന് തുല്യം തന്നെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. അത് അവിടെ ചോദിക്കാനും പറയാനും ആരുമില്ലല്ലോ, കാരണം രാജാവല്ലേ, പിണറായിലെ പാറപ്പുറത്തെ തമ്പുരാൻ. അപ്പോ തിരുവായ്ക്ക് എതിർവായില്ലല്ലോ.